ശരി, ഡോക്ടർ ജി ഗോപകുമാർ, ഇത്തരം പ്രസ്താവനകൾ നിർത്തേണ്ട സമയമായില്ലേ? ഈ ഒരു ഫൈറ്റിൽ കോൺഗ്രസിനെ BJP വോട്ട് കൊടുത്ത് സഹായിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര കണ്ടത് വിശ്വാസത്തിൽ എടുക്കും കേൾക്കുന്നവർ എന്നെങ്കിലും മനസ്സിലാക്കേണ്ടതല്ലേ? വാസ്തവത്തിൽ ഇത് അടിസ്ഥാനപരമായ ഒരു അബദ്ധമാണ് പറഞ്ഞതെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാരണം BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് അവർ പരിഗണിക്കുകയും പൊതുസമൂഹത്തിൽ അവർക്ക് സ്വാധീനം വർദ്ധിച്ചതായി കണക്കാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും കോൺഗ്രസിനെ സഹായിക്കേണ്ട കാര്യം BJPക്ക് ഇല്ല. അത് എത്രയോ പഴയ കാലത്തൊക്കെ ചരിത്രം എന്തെങ്കിലുമൊക്കെ പറയാമെങ്കിൽ അതിനകത്തൊരു സാങ്കത്യമുണ്ട്. ഇപ്പോഴതിന് യാതൊരു റിലവൻസും ഇല്ല. ആ പറഞ്ഞതിനെ നമ്മൾ അതിൻ്റെതായ അവജ്ഞയോടുകൂടി തള്ളിക്കളയുക അല്ലാതെ അതേക്കുറിച്ച് കൂടുതൽ കണ്ടെത്തുവാൻ LDFന് കഴിയുന്നില്ല എന്നല്ലേ? ഒരു കാരണം കണ്ടെത്തുവാൻ CPMന് കഴിയുന്നില്ല അല്ലെ? ഒരു കാരണം കണ്ടെത്താൻ കഴിയുന്നില്ല പാലക്കാട്ട്. തീർച്ചയായിട്ടും കാരണം കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം എത്രത്തോളം അപകടം പിടിച്ച പ്രചരണ വേളയിൽ കണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതല്ലേ. പെട്ടി വിവാദം, പിന്നെ സുപ്രഭാതം പത്രത്തിൽ സിറാജിലും ഒക്കെ വന്ന പരസ്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി പരസ്യമായും രഹസ്യമായും നടത്തിയ ആക്ഷേപങ്ങളും വർഗീയത ഉപയോഗിക്കാൻ ശ്രമിച്ചതുമെല്ലാം പ്രത്യേകിച്ച് ഒരു സമുദായത്തെ മാത്രം ഫോക്കസ് ചെയ്ത് അതിലൊന്നും ഗുണം കിട്ടിയില്ല എന്ന് മാത്രമല്ല തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് ഒരു ശകലം കൂടിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഇവർ ചെയ്ത സ്ട്രാറ്റജിയുടെ ഫലമായിട്ട് ഒരു പക്ഷേ SDP-യോ അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്നും കിട്ടിയ സപ്പോർട്ട് ആയിക്കൂടാന്നുണ്ടോ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ ഒരു വിഭാഗം, വളരെ ചെറിയൊരു വിഭാഗം കൺഫ്യൂസ്ഡ് ആയിട്ട് ഇടതിന് വോട്ട് ചെയ്ത് കൂടാന്നുണ്ടോ? അത് ആ നിലയ്ക്ക് കിട്ടിയ വോട്ടായിരിക്കില്ല ഇവർക്കൊരു 1000 വോട്ടിൻ്റെ ഒരു വർധനവ് വന്നത്. അതിൽ കവിഞ്ഞ് അവർക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല. സരിൻ പറഞ്ഞത് 50,000 വോട്ട് കിട്ടുമെന്നാണ്. ഇന്ന് രാവിലെയും പറഞ്ഞത് 50,000 വോട്ട് കിട്ടുമെന്നാണ്. നമ്മളാരും അത് പ്രതീക്ഷിച്ചില്ല. വാസ്തവത്തിൽ 30-35 ഇടയ്ക്കാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. ഞാൻ കണക്കാക്കിയിരുന്നത് 30-35 ഇടയ്ക്കാണ് CPM. ശരിക്കും നേട്ടമാണ് LDFനുണ്ടായത്. അതെ, അത് വന്ന സോഴ്സാണ് ഞാൻ ഈ അതെ, ആ ചെറിയ നേട്ടമാണ്. ആ ചെറിയ നേട്ടം കൊണ്ട് എന്ത് നേടി? അതൊരു പക്ഷേ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂസ്ഡ് മൈനോറിറ്റി വോട്ടിൽ നിന്ന് ഒരു ചെറിയൊരു സെക്ഷൻ മാറി വോട്ട് ചെയ്ത് ആയിക്കൂടാ എന്നുണ്ടോ? ആ നിലയ്ക്ക് വന്നതാകാം ഈ 850 വോട്ടിൻ്റെ ഒരു വർധനം. അത് വർധനമായിട്ട് പരിഗണിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് ഞാൻ BJPയുടെ വിഷമവൃത്തത്തിൽ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇവിടെ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, മൂത്താൻ സമുദായത്തിൻ്റെ പിന്തുണ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. അതിനകത്ത് സന്ദീപ് വാര്യറിന് ഒരു പങ്കുണ്ടാകാം. അതായിരിക്കാം നഗര കേന്ദ്രങ്ങളിൽ BJPക്ക് പിന്നോട്ടടിക്കാൻ കാരണം. എന്തായാലും 3 പഞ്ചായത്തുകളിൽ ഒരിടവും BJP 1-ാം സ്ഥാനത്തെത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. നഗരമേഖലയിൽ നിന്ന് 10,000-ലപ്പുറം വോട്ട് നേടുമെന്നും അതുകൊണ്ട് പഞ്ചായത്തിലെ കുറവ് പരിഹരിക്കുമെന്നുമാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. അങ്ങനെ ജയിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നഗരപരിധിയിൽ തന്നെ തിരിച്ചടി ഉണ്ടായി. ഉദ്ദേശിച്ച ഓരോ റൗണ്ട് കഴിയും തോറും കഴിഞ്ഞ തവണയുള്ള മുമ്പുള്ള ഇലക്ഷനിൽ നടന്ന ഓരോ റൗണ്ടിലും നഗരമേഖലയിൽ BJPക്ക് നേടിയ നേട്ടം ഇവിടെ ആവർത്തിക്കുന്നില്ല. വരുമല്ലോ. ഈ ശ്രീധരൻ മത്സരിച്ചത് കൊണ്ട് മാത്രം 50,000 വോട്ടുകൾ നേടി. അതിൽ 1000-ലധികം വോട്ടുകൾ നഗരസഭയിൽ ലീഡ് കിട്ടി. അതായത് 34,000 വോട്ടുകൾ ഈ ശ്രീധരൻ നഗരസഭയിൽ നിന്ന് നേടിയ സ്ഥാനത്താണ് 28,000-ലേക്ക് കുറഞ്ഞിട്ടുള്ളത്. അതെ, അത് ഈ 6,000 വോട്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിക്ക് കിട്ടിയ വോട്ടെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അതല്ലാതെ തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ, മൂത്തൻ സമുദായത്തിനകത്തൊരു തകർച്ചയുണ്ടായി, ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. അത് പല കാരണങ്ങൾ കൊണ്ടാകാം. അത് ഗ്രൂപ്പ് വഴക്കാണോ സന്ദീപ് വാര്യരുടെ പ്രശ്നമാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അതിൻ്റെ തിരിച്ചടി BJPക്ക് ഉണ്ടായി. ഇനി ഒരു കാര്യം കൂടി പറയാം. ഒരു സമുദായങ്ങളുടെ പിന്തുണ നേടുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്വഭാവമാണ്. രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ എത്ര ഐഡിയോളജിക്കലാണെന്ന് പറഞ്ഞാലും അതിനകത്തൊരു കുഞ്ഞു മുന്നണി സ്വഭാവമുണ്ട്. പാലക്കാട്ട് വിജയിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ